എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ പുഴമീൻ കറിയാണ്. കൊടംപുളിയും മുളകൊക്കെ ഇട്ട് ചെറുതായി വറ്റിച്ചെടുത്ത ഒരു തനി നാടൻ മീൻ കറി. ഈ റെസിപ്പി നമുക്ക് വിവിധ രീതിയിൽ ഉണ്ടാക്കാം, ഓൾട്ടർ ചെയ്യാം, ചേഞ്ചസ് വരുത്താം. എന്നാൽ പോലും ഏറ്റവും രുചികരമായിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയായത്. ഇതെൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റിയ റെസിപ്പിയാണ്. കാണാം. വെൽക്കം ടു ജോർജ് കിച്ചൻ. ഈ റെസിപ്പിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പുഴമീനാണ്. ഒരു 1/2 കിലോ ചെമ്പല്ലി ഉണ്ട്. ഇത് നമുക്കിഷ്ടമുള്ള മീൻ യൂസ് ചെയ്യാം. ഉപ്പും നാരങ്ങനീരും മഞ്ഞൾപ്പൊടിയും തിരുമ്മി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 8-10 എടുക്കാം. പച്ചമുളക് ഒരു 5-6 എണ്ണം, ഒരു ഫുൾ വെളുത്തുള്ളി തൊണ്ട് പൊളിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, തക്കാളി 1-2 ആവാം. ഞാൻ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുടംപുള്ളി 3 കഷ്ണം, തക്കാളിയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടിയിലേക്ക് മൺചട്ടി വയ്ക്കാം. മൺചട്ടി ചൂടാകുമ്പോഴേക്കും ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇച്ചിരി കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇച്ചിരി ഉലുവ ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ചേർത്തൊന്ന് വഴറ്റി അതിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തൊന്നുകൂടി വഴറ്റി നമുക്ക് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൺചട്ടിയുടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. മൺചട്ടിയുടെ മറ്റേ ഭാഗത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാശ്മീരി മുളക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നതോടെ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന മസാലയുടെ കൂടെ ഇതങ്ങ് ചേർത്ത് നന്നായിട്ട് ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തിള വരുമ്പോഴത്തേനും അതിലേക്ക് കുടംപുള്ളിയും ഉപ്പും കൂടി ചേർത്ത് തിളപ്പിക്കാം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞ് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറക്കാം. മൺചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മൺചട്ടി ചുറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മുകളിലേക്ക് വെതറി നമുക്ക് ഈ മൺചട്ടി ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പുഴമീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള മീൻ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയായത്. നല്ല ചൂട് ചോറും ഈ മീൻ കറി ഉണ്ടെങ്കിൽ കഴിക്കുന്നയാളുടെ വയറും മനസ്സും നിറയും. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ജോർജ് കിച്ചൻ.